മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതിലും വലിയ പരാജയം പേരാമ്പ്രയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വാർത്തയുടെ വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, UDF CPM സംഘർഷത്തിനിടെയാണോ ഇത്തരത്തിലൊരു ഷാഫി പറമ്പിൽ എംപിക്ക് ഇത്തരത്തിലൊരു പരിക്കേറ്റത്? പ്രദേശത്തെ സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുന്ന സ്ഥിതിയാണോ ഉള്ളത്? അല്ല, ആ വാർത്തയിൽ തെറ്റുണ്ട്. കോഴിക്കോട് പേരാമ്പ്രയിലെ പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടെ പോലീസ് ഗ്രനേഡ് പ്രയോഗത്തിനിടെയാണ് ഷാഫി പറമ്പിൽ എംപിക്ക് അവിടെ പരിക്കേറ്റത്. CPM UDF സംഘർഷമല്ല അത്. അതിലേക്ക് നയിച്ച സാഹചര്യം എന്ന് പറയുന്നത് ഇന്നലെ UDSF, അതായത് ഇന്നലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ പേരാമ്പ്ര CKG കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ ഇന്നലെ ഈ UDSF പ്രവർത്തകരും, അതായത് KSU MSF അടങ്ങിയ സഖ്യമടങ്ങിയ UDSF പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് UDSF പേരാമ്പ്ര പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഹർത്താലിനിടെ പേരാമ്പ്ര പഞ്ചായത്ത് അടക്കമുള്ള സംവിധാനങ്ങൾ തുറന്നു പ്രവർത്തിച്ചതിൽ പ്രതിഷേധവുമായി UDSFന്റെ പ്രവർത്തകർ എത്തുകയും അതേ തുടർന്ന് പ്രാദേശികമായി CPM കോൺഗ്രസ് സംഘർഷങ്ങൾ, അതായത് ചില നേരിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പലയിടത്തും പ്രാദേശിക തലത്തിലുണ്ടായിരുന്നു. അതേ തുടർന്ന് ഇന്ന് വൈകിട്ട് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലേക്ക് UDSF ഒപ്പം തന്നെ മാർച്ച് പ്രഖ്യാപിച്ചു. ആ മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യാനിരുന്നത് KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വടകര MP ഷാഫി പറമ്പിലാണ്. മറ്റൊന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറാണ്. ഇതേ സമയത്ത് തന്നെ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലേക്ക് CPM മറ്റൊരു ഭാഗത്തായി കേന്ദ്രീകരിച്ചുകൊണ്ട് മാർച്ച് നടത്തുന്ന സാഹചര്യമുണ്ടായി. രണ്ട് ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് മാർച്ച് നടക്കുന്ന ഒരു ഘട്ടം വന്നതോടുകൂടി സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നൊരു ഘട്ടം വന്നു. ഇതോടുകൂടി പോലീസ് പ്രവർത്തകരെ വിരട്ടി ഓടിക്കാൻ വേണ്ടി ലാത്തി വീശി. ഈ ലാത്തി വീശിയപ്പോൾ മാത്രമല്ല ബാരിക്കേഡ്, UDF പ്രവർത്തകർ അതിനിടെ ഈ ബാരിക്കേഡ് തകർത്തു. UDSF പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് പോകുന്നതിനിടെ പോലീസ് ലാത്തി വീശിയിട്ടും പ്രവർത്തകർ പിന്മാറാത്ത ഘട്ടം വന്നതോടുകൂടി പേരാമ്പ്ര പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുകയായിരുന്നു. അളവിൽ കവിഞ്ഞ രീതിയിൽ ഗ്രനേഡ് പ്രയോഗിച്ചു എന്നുള്ളതാണ് ഈ കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. നമുക്ക് കാണാം, ഷാഫി പറമ്പിൽ MP-യുടെ, അദ്ദേഹം ഒരു MP ആണ്, ജനപ്രതിനിധിയായ വ്യക്തിയുടെ മൂക്കിൽ നിന്നുൾപ്പെടെ രക്തം ഒഴുകി വരുന്ന കാഴ്ച നമുക്ക് കാണാം. അങ്ങനെ ഒരു പോലീസിന്റെ അതിക്രമമാണ് നടന്നത്. ആ പോലീസ് അതിക്രമത്തിലാണ് ഷാഫി പറമ്പിൽ MP-ക്ക് പരിക്കേറ്റത്. രാഷ്ട്രീയ സംഘർഷം എന്നതിനേക്കാൾ രാഷ്ട്രീയ സംഘർഷത്തിന്റെ തുടർച്ചയിൽ നടന്ന മാർച്ചിൽ ആണ് ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടാവുകയും പോലീസിന്റെ ഇടപെടൽ കാരണമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിക്ക് MP-ക്ക്. ഒപ്പം തന്നെ കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്, NSUന്റെ മുൻ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള K മജീദ് അടക്കമുള്ള നേതാക്കൾക്കൊക്കെ പരിക്ക് പറ്റിയ സാഹചര്യമാണ്. ഈ ഷാഫി പറമ്പിൽ പ്രതികരിക്കുമ്പോൾ തന്നെ ചുമക്കുന്ന പ്രവർത്തകരെ നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റും. അത് ഈ ഗ്രനേഡ് അമിത അളവിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു ദുരിതമാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന്, പേരാമ്പ്ര പോലീസിന്റെ ഭാഗത്തുനിന്നും ഗ്രനേഡ് അമിത അളവിൽ പ്രയോഗിച്ചു എന്നൊരു ആക്ഷേപം UDFന്റെ ഭാഗത്തുനിന്ന് നിലനിൽക്കുന്നുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇത് UDSFും UDF സംവിധാനങ്ങളും എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമം, ആ പോലീസ് അതിക്രമത്തിന്റെ തുടർച്ചയിൽ അദ്ദേഹത്തിന് ഒരു വലിയ സാരമായ പരിക്കേൽക്കുന്ന സാഹചര്യം, മുക്കിൽ നിന്നൊക്കെ വലിയ തോതിൽ രക്തം പ്രവഹിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഷാഫി പറമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഈ പേരാമ്പ്രയിൽ CPM ഇതേ അതിക്രമം തുടരുകയാണെങ്കിൽ CPM ഇനി വലിയ ഒരു തോൽവിയാണ് പേരാമ്പ്രയിലും കാത്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. മാത്രമല്ല പോലീസിന് ശമ്പളം കൊടുക്കുന്നത് CPM ഓഫീസിൽ നിന്നുള്ള എന്നൊരു ബോധ്യം പോലീസിന് വേണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഈ കോഴിക്കോട് ഉൾപ്പെടെ KSU പ്രതിഷേധ പ്രകടനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഗരത്തിൽ
പ്രതിഷേധ പ്രകടനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ വിദഗ്ധ ചികിത്സ നൽകാൻ തന്നെയാണ് UDF സംവിധാനവും തീരുമാനിച്ചിട്ടുള്ളത്. റിയാസ്, അതുപോലെ തന്നെ പ്രദേശത്ത് ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യമുണ്ടോ? പേരാമ്പ്ര ഭാഗത്ത് ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു അതായത് ഈ പരിക്കേറ്റ സംഭവം CPM കോൺഗ്രസ് സംഘർഷമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ CPM കോൺഗ്രസ് സംഘർഷം ഇന്ന് ഉണ്ടായിരുന്നു, നേരിടുന്നതിൽ പ്രാദേശികമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടർച്ചയായി ഇനിയിപ്പോൾ ഒരു സംഘർഷ സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നിയമപാലന സംവിധാനമായി മാറേണ്ട പോലീസ് തന്നെ ഇത്തരത്തിൽ ഗ്രനേഡൊക്കെ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് UDF പ്രവർത്തകർ ആരോപിക്കുന്നത്. അതുകൊണ്ട് പോലീസിന്റെ ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധം UDFന്റെ ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയായി ഇനിയിപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കും. ആ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി ഏത് രീതിയിൽ ഈ ഒരു സംഘർഷ സാധ്യത നേരിടാൻ പോലീസ് സംവിധാനത്തിന് സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. റിയാസ്, അതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഷാഫി പറമ്പിൽ MPക്ക് അടക്കം പരിക്കേറ്റ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ പരിക്കേറ്റ പ്രവർത്തകരെയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെയും ആശുപത്രിയിലേക്ക് മാറ്റുന്നതടക്കമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ? തീർച്ചയായും കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി ഷാഫി പറമ്പിൽ MPയെയും കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അടക്കമുള്ള പരിക്കേറ്റവരെയും ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. മാത്രമല്ല ഈ പരിക്കേറ്റ മറ്റ് സാധാരണ പ്രവർത്തകർ മുതൽ നേതാക്കൾക്ക് വരെ ഇതിൽ പരിക്കേറ്റു എന്നുള്ളതാണ്. ഷാഫി പറമ്പിൽ MPയുടെ മൂക്കിൽ നിന്ന് ഉൾപ്പെടെ രക്തം വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ ഗൗരവകരമായ ഒരു സാഹചര്യമായാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടർച്ചയായിട്ട് മറ്റ് പ്രതിഷേധങ്ങൾ സംസ്ഥാന വ്യാപകമായി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് ഔദ്യോഗികമായി ഇന്നാണോ നാളെയാണോ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിക്കുക എന്നത് മാത്രമേ അറിയാനുള്ളൂ. എന്തായാലും ഈ ഒരു പോലീസിന്റെ ഇടപെടൽ അമിതമായ ഗ്രനേഡ് പ്രയോഗം ഉണ്ടായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആ പോലീസിന്റെ നടപടി വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുമുണ്ട്. ശരി, കോഴിക്കോട് പേരാമ്പ്രയിലാണ് UDF മാർച്ചിനിടെ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MP അതുപോലെ തന്നെ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ എന്നിവർക്ക് പരിക്കേറ്റിരിക്കുന്നത്. കോഴിക്കോട് പേരാമ്പ്രയിലാണ് സംഭവം. UDF മാർച്ചിനിടെ പോലീസ് ഗ്രനേഡ് ഉപയോഗിച്ചതാണ് ഇത്തരത്തിൽ ഒരു സംഘർഷത്തിലേക്ക് നയിച്ചതും അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ MP അടക്കമുള്ള പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. അക്രമമുണ്ടാക്കി സ്വർണ്ണപ്പാളി വിവാദം മറച്ചുവെക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത്. പേരാമ്പ്രയിൽ ഇതിലും വലിയ തോൽവി CPMന് ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ശമ്പളം CPM ഓഫീസിൽ നിന്നല്ലെന്ന് പോലീസ് മറക്കരുതെന്നുമാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. പേരാമ്പ്രയിൽ ഉണ്ടായ ശക്തമായ സംഘർഷത്തിനുള്ള ഇടയാണ് ഇത്തരത്തിൽ ഷാഫി പറമ്പിൽ MPക്കും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അടക്കമുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റത്. കോഴിക്കോട് പേരാമ്പ്രയിലാണ് UDF മാർച്ചിനിടെ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ച സംഭവത്തിൽ ഷാഫി പറമ്പിൽ MP അടക്കമുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.